ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്റ് ആപ്പ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് അഥവാ MBO എന്നാണ് നോക്കുന്നത്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റൽ ഫിലോസഫി അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ്. അവിടെ പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, സബോർഡിനേറ്റ്സും അതുപോലെ തന്നെ സുപ്പീരിയേഴ്സും ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ വഴി അവർ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഗോളും സെറ്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഈസ് എ ഫിലോസഫി ആൻഡ് അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് വേർ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് ജോയിൻറ്റ്ലി ഐഡൻറ്റിഫൈ ആൻഡ് ക്ലിയർലി ഡിഫൈൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും ഗോളും രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ പീരിയോഡിക്കലി ഇവാലുവേറ്റ് എംപ്ലോയീസ് പ്രോഗ്രസ് ടുവേർഡ് അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾ. അതായത് ഓർഗനൈസേഷൻ്റെ ഗോള് രണ്ടുപേരും കൂടി സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് പീരിയോഡിക്കലി ഡെവലപ്പ് ചെയ്ത് അതിനെക്കുറിച്ചിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യും. അതിലെന്തൊക്കെ പോരായ്മകളുണ്ട്, അതിന് ഇനി എന്തൊക്കെ അൾട്ടർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും അത് ഓർഗനൈസേഷൻ്റെ ഇൻഡിവിജ്വലും ടീമും ഡിപ്പാർട്ട്മെൻറ്റും ആൻഡ് ഓർഗനൈസേഷനുമായിട്ടുള്ള ഗോളുകൾ അതിൽ കവർ ചെയ്യുന്നുണ്ടോ, അവർ അതിനു വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നതാണ് MBO എന്ന ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MBOയിൽ പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളുണ്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷനിൽ അവർ റണ്ണ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ചേർന്നുകൊണ്ട് അവർ രണ്ടുപേരും ജോയിൻറ്റ്ലി അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, അതായത് ഓർഗനൈസേഷനും അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഗ്രൂപ്പായിട്ടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ എല്ലാം കൂടെയും പരിഗണിച്ചുകൊണ്ട് ഒരു ഗോള് സെറ്റ് ചെയ്യും ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. ഈ ഒരു ഗോള് സെറ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സബോർഡിനേറ്റ് പാർട്ടിസിപ്പേഷൻ. അതായത് അവർ ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ ഒരു ഹയർ ലെവലിൽ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തത് പാർട്ടിസിപ്പേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. അതിൽ വർക്കേഴ്സ് അവരെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ക്ഷണിക്കുക. അവരുടെ ഓർഗനൈസേഷൻ്റെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ തരത്തിലാണോ അവരുടെ ഓർഗനൈസേഷനിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗോള് അത് ഈ സബോർഡിനേറ്റ്സിനും കൂടിയും അതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻട്രസ്റ്റിനും കൂടി അതിന് പരിഗണിക്കുക എന്നുള്ളതാണ് സബോർഡിനേറ്റ് പാർട്ടിസിപ്പേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതാണ് ഇംപ്ലിമെൻറ്റേഷൻ. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് പ്രാവർത്തികമാക്കുക. ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. നമ്മളിങ്ങനെ പെർഫോമൻസ് കറക്റ്റാണോ, ഇത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം, ഇത് റണ്ണ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പ്ലാൻ ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം അത് ഇടയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അവസാനം വെച്ചിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. അത് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ പോയിട്ടുള്ളത്. ഇതിനെയാണ് ഈ പ്രധാനപ്പെട്ട 4 സ്റ്റെപ്പാണ് അല്ലെങ്കിൽ 4 പ്രോസസ്സാണ് MBO പ്രോസസ്സ് എന്നത് വരുന്നത്. ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് MBO. എന്തൊക്കെയാണ് ബെനഫിറ്റ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ ബെനഫിറ്റായിട്ട് പറയുന്നത് അതിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ഇതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുകയാണ്. ഒരു ഓർഗനൈസേഷന്, അവർ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ആ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നു. അതുവഴി അവരുടേതായിട്ടുള്ള കൺസിഡറേഷൻസ് അവർ പരിഗണിച്ചു, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പരിഗണിച്ചു, മാനേജ്മെൻറ്റ് പരിഗണിച്ചു എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ചേഞ്ചസും അതുപോലെ തന്നെ അവർക്ക് ഫ്രെയിം വർക്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഓഫ് ഈ ഒരു താഴെത്തട്ടിലുള്ള ജോലിക്കാരെയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതുകൊണ്ട് അവരും കൂടി അതിന് അഡാപ്റ്റീവായിട്ട് മാറും. അവരോട് കൂടി ചോദിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക് മാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പം അതുവഴി ആ ഒരു മാറ്റത്തോട് അവർ എത്രയും പെട്ടെന്ന് ജോയിൻലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ മാനേജീരിയൽ റിസോഴ്സുകളെയും ആക്ടിവിറ്റീസിനെയൊക്കെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ മാനേജ്മെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും എഫിഷ്യൻ്റായിട്ടുള്ള നല്ല രീതിക്ക് ഒരു റിസോഴ്സിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഈ ഒരു MBO കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു വീഡിയോയിലൂടെ ഇത്രയാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്ക് യു.